അതൊക്കെ വിട്ടുകളാം. ഏതു നേരത്തും അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കാൻ പറ്റുമോ? നമുക്ക് കുറച്ച് ദൂരെ എങ്ങോട്ടെങ്കിലും പോയാലോ? എങ്ങോട്ട്? എങ്ങോട്ട് എന്നൊരു തീരുമാനം എടുക്കണ്ട, വണ്ടി ഓടിച്ചങ്ങ് പോവാം. ഹരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ട നാട്ടുമ്പുറങ്ങൾ തന്നെ ആയിക്കോട്ടെ. ഈ മോട്ടിവേഷൻ വീഡിയോസ് വല്ലതും കണ്ടോ? അല്ലെ, ഈ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ നിസാരമായിട്ട് പരിഹരിക്കാനുള്ള ടിപ്സ് ചില മോട്ടിവേറ്റർമാര് പറഞ്ഞു തരാറുണ്ട്. എടോ, മൈക്കിന്റെ മുമ്പിൽ നിന്ന് പറയാൻ എളുപ്പമാ. തീയിൽ നടക്കുന്നവനെ പൊള്ളും, കമന്റ് പറയുന്നവന് പൊള്ളില്ല. എന്താ ഹരി ഇത്? നമ്മള് വിചാരിച്ചാ നേരിടാൻ പറ്റാത്തതായിട്ട് എന്തേലും ഉണ്ടോ? വരുന്നത് വരട്ടെ എന്ന് വിചാരിക്കാം. നമുക്ക് എന്തായാലും അങ്ങ് ഇറങ്ങാം. ശരി, എന്നാ പിന്നെ എനിക്കും നിനക്കും പ്രിയപ്പെട്ട സ്ഥലത്ത് തന്നെ പോവാം, നമ്മുടെ നാട്ടിലേക്ക്. ഹരി പോണെന്ന് കരുതിയിരുന്നോ? ഓ, മനസ്സിൽ വിഷമം തട്ടിയാ അങ്ങോട്ടാണല്ലോ പോവാ. അല്ല, ഇതിപ്പോ അതുകൊണ്ടൊന്നുമല്ല. എനിക്ക് നമ്മുടെ വേണുവിനെ ഒന്ന് കാണണം. നടക്കുമെന്നറിയില്ല, അവനോടൊരു സഹായം ചോദിക്കാനായിരുന്നു. അവർക്കൊക്കെ എന്നെക്കുറിച്ചുള്ള പ്രതീക്ഷ ആകാശത്തോളമായിരുന്നു. അത് തകർന്നതും അവർക്കൊക്കെ അറിയാം. ധൈര്യമായിട്ട് ചെന്ന് നിൽക്കാൻ എനിക്ക് അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ. കുറച്ചു മുമ്പേ എന്നോട് ചോദിച്ചില്ലേ മോട്ടിവേഷൻ വീഡിയോസ് വല്ലതും കണ്ടോ എന്ന്? സത്യത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മോട്ടിവേഷൻ ഹരിയും ഹരിയുടെ ലൈഫോ. നമ്മൾ നാളെ പോകുന്നു, കുറച്ചു നേരമെങ്കിൽ കുറച്ചു നേരം. ഇത്തരം കാര്യങ്ങളൊക്കെ വിട്ട് ഒരു ചെറിയ നല്ല യാത്ര എന്താ? അതെ, ദാരിദ്ര്യവാസികളുടെ ഹണിമൂൺ അല്ലേ? എടോ, കുറച്ച് നാളായിട്ട് തന്നോട് ചോദിക്കണമെന്ന് വിചാരിക്കുക. ഇതെങ്ങനെയാ അമ്മയെ താൻ ഇങ്ങനെ മാറ്റിയെടുത്തേ? എന്തൊരു മാറ്റം അമ്മയ്ക്ക്! ഇങ്ങനെ തന്റെ പെറ്റമ്മോല് സ്നേഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെന്തായിരുന്നു ഇതിന്റെ സൂത്രം? ഈ സൂത്രം എന്റെ വകയൊന്നുമല്ല, എന്റെ പെറ്റമ്മയുടെ വകയാ. അമ്മ ഒരു ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും കൂടി വാതിലടച്ച് കുറ്റിയിട്ട് അകത്തിരുന്ന് എന്തൊക്കെയോ സംസാരിച്ചു. അമ്മ ഇവിടുന്ന് പോയത് മുതല് മനുവിന്റെ അമ്മയുടെ പെരുമാറ്റം ഇങ്ങനെയൊക്കെ തന്നെയാ. കൊള്ളാലോ. അതിന്റെ മാജിക് എന്താണെന്ന് സുജാത അതിന്റെ ഉടനെ ചോദിക്കണം. മാജിക് ഏകദേശം എനിക്ക് മനസ്സിലായിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ പറയത്തില്ല. ഏകദേശം ഒരു സൂചന എനിക്കും ഉണ്ട്. വിട്ടുകളഞ്ഞേക്ക്. എന്തായാലും അമ്മ നന്നായല്ലോ. ഞാൻ അമ്മ എടുത്തോട്ട് ചെല്ലട്ടെ. നമ്മളിത് തുടങ്ങിയപ്പോ ചില ആളുകളെങ്കിലും കളിയാക്കിയിട്ടുണ്ടാവാം. മണ്ണിൽ പണിയെടുക്കുന്ന യുവമാരൊക്കെ കൂടി മാളിക പണിയാൻ പോകുന്നെന്നും പറഞ്ഞു. അവർക്കൊക്കെ പറഞ്ഞു ചിരിക്കാൻ ഇതൊരു കാരണമായി. ഇത് തന്നെയാണോ കാര്യം? കേരളത്തിൽ കൃഷി നടക്കാതിരിക്കാനുള്ള മെയിൻ കാരണം ഇതാ. ഒന്ന് തല പൊക്കാൻ നോക്കിയാൽ പ്രകൃതി എന്നെ ചവിട്ടി താഴ്ത്തും. പിന്നെ എന്ത് കൃഷി, എന്ത് കാർഷിക മുന്നേറ്റം! ഹരി ഇവിടെ നിൽക്കണ്ട. ആ വാച്ചേട്ടൻ എങ്ങാനും വിളിച്ച് ഇത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോവാം. ഹരിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. കണ്ടു നിൽക്കണ്ടേ? ഇതെല്ലാം കൂടെ കുഴികുത്തി മൂടുമ്പോ ഞാനില്ലാതെ എങ്ങനെയാ? നിത്യച്ചെല്ല്. ഹരി, ഒന്ന് പോവാൻ പറഞ്ഞില്ലേടോ? താനൊരു ഓട്ടോ പിടിച്ച് ചെല്ല്.